മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 35 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അയച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. പോർഷൻ ഒന്നുകൂടെ പറയാം. സംഖ്യ 20 മുതൽ 23 വരെയും മർക്കോസ് 7-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ക്വസ്റ്റ്യനും അതോടൊപ്പം അതിന്റെ ആൻസേഴ്സും ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: വലിയ പടയോടും ശക്തിയുള്ള ഭുജത്തോടും കൂടെ പുറപ്പെട്ടു വന്നതാര് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം ഏദോം എന്നുള്ളതാണ്. സംഖ്യ 20-ലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം: 2 ശരീര അവയവങ്ങൾ ചേർന്ന ഒറ്റപ്പദം എന്ത്? ഇതൊരു ആയുധത്തിന് ഉണ്ടായിരുന്നു. ആയുധം ഏത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം വായ്ത്തല എന്നുള്ളതാണ്. ആയുധം വാൾ ആണ് കേട്ടോ. സംഖ്യ 21-24 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ആരുടെ പട്ടണമാണ് പണിത് ഉറപ്പിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം സീഹോന്റെ നഗരം എന്നുള്ളതാണ്. സംഖ്യ 21-27 വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമത്തിലെ പാഠഭാഗത്ത് ഒരു വാക്യത്തിൽ കാണുന്ന 4 സ്ഥലങ്ങൾ ഏതെല്ലാം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം പറയുന്നു സോർ, സീദോൻ, ദെക്കപ്പൊലി, ഗലീല. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സോർ, സീദോൻ, ദെക്കപ്പൊലി, ഗലീല. മർക്കോസ് 7-ാം അധ്യായം 31 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: 5 അക്ഷരമുള്ള ഒരു പദം. 1-2 അക്ഷരങ്ങൾ ചേരുമ്പോൾ യാത്ര എന്നർത്ഥം. 1-3 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഈ പദം രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ അധ്യായത്തിൽ കാണുന്ന ഒരു രോഗം. 4-5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ഒരു അവയവം. 1-5 അക്ഷരങ്ങൾ ചേരുമ്പോൾ ആകാശം എന്നർത്ഥം. ഏതാണ് ആ 5 അക്ഷര വാക്ക് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം എന്നുള്ളത് വിടക്ക് കണ്ണ് എന്നുള്ളതാണ് കേട്ടോ. മർക്കോസ് 7-22-32 വാക്യങ്ങളിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. അതിൽ വിട എന്നുള്ളത് യാത്ര, വിക്ക് എന്നുള്ളത് രോഗം, കണ്ണ് എന്നുള്ളത് അവയവം, വിണ്ണ് എന്നുള്ളത് ആകാശം. നിങ്ങൾക്ക് അധികം കൺഫ്യൂഷൻസ് വന്നിട്ടില്ല എന്ന് കരുതുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ അത് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ കേട്ട് കഴിഞ്ഞിട്ട് ആ ആൻസേഴ്സ് വെച്ച് കമ്പയർ ചെയ്താൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതായിരുന്നു 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് സംഖ്യ 24 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മർക്കോസ് 8-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും. നന്നായിട്ട് വായിച്ച് തയ്യാറായിക്കോളും. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. Till then it's me Angel signing off. Bye and take care. Yeah.